ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊക്കെ പറയാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ സീസണൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓൺ വോയിസ് ഇടണം, പിന്നെ അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യണം, അതിനുള്ള ടൈം കിട്ടിയില്ല. കുറച്ച് തിരക്കായി പോയി. പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലാതെ ഓരോരോ കാര്യങ്ങൾ കാരണം അങ്ങനെ വിട്ടുപോയി. അത് പിന്നെ കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറെ പേര് ആ വീഡിയോസ് ഇട്ടു, കുറെ ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടു. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ആ വീഡിയോസ് എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്നും ആൾക്കാർക്ക് കിട്ടിയാലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ഇടാൻ പോകുന്നത് കൊട്ടിയൂര് യാത്രയാണ് കേട്ടോ. ഞങ്ങൾ പോയത് ജൂലൈ 21-22 ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ടൈമിലാണ് പോയത്. ഒരു ശനിയും ഞായറും കൊളിച്ചിട്ടാണ് പോയത് ഞങ്ങള്. ഞായറും തിങ്കളും കൊളിച്ചിട്ട്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോകുന്ന വഴിക്ക് കൊട്ടിയൂരാണ് നമ്മുടെ ശരിക്കും എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞങ്ങൾ നേരത്തെ പോകുന്നത് ഈ കൊട്ടിയൂര് വരുന്നതിന് മുമ്പ്, ഈ കൊട്ടിയൂരിലെ ഈ വിശേഷങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ പോയിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയിരുന്നു. കുറച്ച് ഫാമിലി മെമ്പേഴ്സും ഞങ്ങളുടെ റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു ട്രാവലർ എടുത്ത് പോകുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള അമ്പലങ്ങൾ, കാരണം ഹസ്ബൻഡിന്റെ വീട്ടുകാർ കുറച്ചും കൂടി മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത് അമ്പലങ്ങളിലുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോ അങ്ങനെ പോയപ്പോഴേക്കും ഞങ്ങള് കണ്ണൂർ ഭാഗത്തേക്കുള്ള അമ്പലങ്ങളിൽ എല്ലാ കൊല്ലവും പോകുമായിരുന്നു. അപ്പോ അങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ അമ്പലങ്ങളിൽ എന്ന് വെച്ചാൽ മലബാർ ഏരിയയിലേക്കുള്ള കുറെ അമ്പലങ്ങളുണ്ട്, വിശിഷ്ടപ്പെട്ട അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിലൊക്കെ തൊഴുതിട്ടാണ് നമ്മൾ അവസാനം കൊട്ടിയൂർ എത്തിയത് ഇപ്രാവശ്യം. അതിന് മുമ്പുള്ള പ്രാവശ്യങ്ങൾ കൊട്ടിയൂരില്ല, കാരണം കൊട്ടിയൂർ വിശേഷങ്ങളായിട്ടുണ്ടായിരുന്നില്ല, അതിനെ കുറിച്ചിട്ടുള്ള ഇത് അറിയുണ്ടായിരുന്നില്ല. കൊട്ടിയൂർ വന്നേ പിന്നെയാണ് കൊട്ടിയൂർക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോ ഫസ്റ്റ് ഞങ്ങള് പോയപ്പോ കാടാമ്പുഴയിൽ എത്തിയിരുന്നു. ഇവിടുന്ന് ഞങ്ങള് 2 മണിക്ക്, വെളുപ്പിന് 2 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് കാടാമ്പുഴയിൽ എത്തിയപ്പോ കാടാമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് അവിടെ മുട്ടറുക്കൽ എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്, തേങ്ങ ഉടയ്ക്കുന്നത്. അത് നമ്മൾ പേരും നാളും പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഇപ്പൊ സന്താനങ്ങൾ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സന്താനമുട്ട്, അതേപോലെ വീടില്ലാത്തവർക്കാണെങ്കിൽ ഗൃഹമുട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പ്രതിവിധിയുള്ള മുട്ടറുക്കൽ എന്ന് പറഞ്ഞ വഴിപാട്. ആ വഴിപാടാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അതൊക്കെ ഈ വീഡിയോസിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ അമ്പലങ്ങളിൽ ഞങ്ങൾ പോയി, ഒരു 10 അമ്പലങ്ങളോളം പോയി. 10ാമത്തെയാണ് കൊട്ടിയൂർ എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഞങ്ങൾ എന്നിട്ട് മൃദംഗശൈലേശ്വരി അങ്ങനെയൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്രൗഡായിരുന്നു. മഴയും അധികം അങ്ങനെ മഴ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തൊഴുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അതെന്തോ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അതിനൊക്കെ ഭയങ്കരമായിട്ട് അനുകൂലമായിട്ട് തന്നു ഭഗവാൻ. അതേപോലെ നന്നായിട്ട് തൊഴാനും പറ്റി. മോനെയും കൊണ്ടൊക്കെയാണ് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് തൊഴാനും പറ്റി. എല്ലാ അമ്പലങ്ങളിലും അതെ കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ തൊഴാൻ പറ്റി. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു, ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും വേണ്ടിയില്ല, കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മാറി നിന്നിട്ട് ആ സമയത്ത് എനിക്ക് പോയി തൊഴാനാ പറ്റിയത്, കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഓൺ വോയിസ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ കുറെ പറയുന്നുണ്ട് ഓരോ അമ്പലങ്ങളിലെ വഴിപാടുകൾ, പ്രതിവിധികളും വഴിപാടുകളും അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പക്ഷെ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഓരോ അമ്പലങ്ങൾ, ഈ 10 അമ്പലങ്ങളിൽ പോയതിന്റെയും 10ന്റെയും ഐതിഹ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടുത്തെ മെയിൻ പ്രതിഷ്ഠയും അതേപോലെ തന്നെ അവിടുത്തെ പ്രധാന വഴിപാടുകളുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിന്റെ കൂടുതൽ ഐതിഹ്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനും ഉള്ളതും പിന്നെ അതേപോലെ പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും 2 ദിവസം കൊണ്ട് ഈ 10 അമ്പലങ്ങൾ നമുക്ക് കവർ ചെയ്യണം. അപ്പൊ ഈ 10 അമ്പലങ്ങൾ, പിന്നെ ഒരു മഴയും തിരക്കും അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെ അമ്പലങ്ങളിലും നമ്മള് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ തിരക്കുണ്ടായിരുന്നു, അവിടുത്തെ ഇത് എടുത്തിട്ടില്ല കേട്ടോ, നമ്മള് വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്, സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഐതിഹ്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ വിചാരിച്ചു, അയ്യോ ഇനി ഞാൻ ആ വീഡിയോ ഇപ്പൊ എന്തൊക്കെയാണ് കാണിക്കണേ, ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഈ വീഡിയോ ഇട്ടെങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ കാരണം കേട്ടോ, ഇതിന് മുമ്പ് തന്നെ. അപ്പൊ പക്ഷെ ഇത്രയും അമ്പലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു അറിവാണ്. പിന്നെ അതിനുള്ള പ്രതിഷ്ഠകൾ എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ. പിന്നെ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ, അതിന്റെ വീഡിയോസ് ഇടാത്തോണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ പറയുന്നത്. ഈ രാജരാജേശ്വര ക്ഷേത്രത്തില് പൊന്നിൻകുടം എന്ന് പറഞ്ഞൊരു വഴിപാടാണ്. നമ്മളിപ്പോ നേരത്തെ മുട്ടറുക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് പൊന്നിൻകുടം. എന്റെ പേഴ്സണൽ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് അതില്. കാരണം എനിക്ക് എല്ലാ അമ്പലങ്ങളിലും വിശ്വാസമാണ്. എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ പോവുക. പിന്നെ അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകും, വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ എപ്പോഴും അമ്പലത്തിൽ പോകും, അങ്ങനെയല്ല കേട്ടോ. ഞാൻ നമുക്ക് ഇപ്പൊ പറയുന്ന ഒരാവശ്യം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകും, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസമാണ്. അപ്പം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്റെ പ്രഗ്നൻസി ടൈം, ഡെലിവറി ടൈം, അതേപോലെ തന്നെ എനിക്ക് മോൻ ഉണ്ടാവുന്നതിന് മുമ്പ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് മോൻ ഉണ്ടായത്. അത് നല്ല കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോംപ്ലിക്കേഷൻസ്. മോനെ കിട്ടില്ല എന്ന് വിചാരിച്ചൊരു ടൈമിലാണ് അവനെ കിട്ടിയത് എനിക്ക്. അപ്പോ അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കിട്ടിയ കുട്ടിയാണ് എന്റെ മോൻ. അപ്പൊ അവന് വേണ്ടിയിട്ട് ഞങ്ങള് അവനെ ഉണ്ടാവുന്നതിന് മുമ്പ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് 1 വർഷം മുമ്പ് ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയിരുന്നു. രാജരാജേശ്വരത്തിൽ പോയിട്ട് ഈ പൊന്നും കൂടെ നടന്നു. ഞാൻ എന്നിട്ട് നേർന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും കേട്ടോ, കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പൊന്നും കൂടെ തരാം എന്ന് പറഞ്ഞു. അവിടെ ഇതാവാന്ന് പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ മതി, നമുക്ക് ആ സമയത്ത് ഇതൊന്നും. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു പൊന്നും കൂടെ നേർന്നേക്കാം എന്ന് പറഞ്ഞിട്ട്, അല്ല ഞങ്ങള് അവിടെ വച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് പോകുന്നത്. അങ്ങനെ 1 വർഷം അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ അമ്പലങ്ങളിൽ പോയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്താണ് ശരിക്കും ഈശ്വരന്മാരെ ഞങ്ങള് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചതും അങ്ങനെ മുറുക്കെ പിടിച്ചതും. കാരണം അത്രയും ഒരു 3 മിസ്കാരേജ് ഉണ്ടായിരുന്നു എനിക്ക്, അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ആയപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ല, കാരണം ഇതോടെ നമുക്ക് ഇതിന് തീരുമാനമായി എന്ന് വിചാരിച്ചു ഞങ്ങള്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് പിന്നെ മണ്ണാർശാല അങ്ങനെ ഒരേ അമ്പലങ്ങളിൽ പോയി. ഞാൻ ഇതിനും മാറണു, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ നേർന്ന് പിറ്റേ വർഷമായപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആയി എന്നുള്ള ന്യൂസാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണ കാര്യങ്ങളെല്ലാം വന്നു. കാരണം കൊറോണ സമയത്താണ് മോൻ ജനിച്ചത്. അപ്പോ പിന്നെ നമുക്ക് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല, അവിടെ എല്ലാം ക്ലോസ്ഡ് ആയി. അപ്പോ കാരണം അറിയാലോ, മലബാർ ഏരിയ ആണെന്ന്, കുറച്ച് അവിടെ ഇതായിരുന്നു കൊറോണയൊക്കെ. അപ്പോ എല്ലായിടത്തും ആയിരുന്നു, പക്ഷെ അപ്പൊ ഈ അമ്പലങ്ങളിലൊന്നും കേട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറോണയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം പോയി. ഈ അമ്പലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞ് മോനെ കയറ്റാൻ പാടില്ല, 3 വയസ്സുള്ള കുട്ടികളെ, 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റാൻ പാടില്ല അവിടെ. 3-4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റാൻ പാടില്ല. അപ്പൊ അന്ന് മോൻ അത്ര ആയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഹസ്ബൻഡ് കയറി, ഫസ്റ്റ് എന്റെ അമ്മ കയറി തൊഴുത് കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ മോനെ കൊടുത്തിട്ട് ഞാനും ഹസ്ബൻഡും കൂടി കയറി. കാരണം ഞങ്ങളാണല്ലോ നേർന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിയിട്ട് പൊന്നും കൂടെ അവിടെ സമർപ്പിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ തന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളെ കിട്ടിയത് ഞങ്ങക്ക്. അപ്പോ സോ ഇമോഷണലായി. അപ്പൊ അങ്ങനെയാണ് ഇത്. അപ്പൊ ഞാൻ പറയാ, ഈ കുറെ അമ്പലങ്ങൾ, എല്ലാ അമ്പലങ്ങളിലും ശക്തിയുണ്ട്, എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഇനി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ നമുക്കറിയില്ല, നമ്മൾ ഇത്രയും തിരക്ക് പിടിച്ച് ഓരോ സ്ഥലത്ത് പോകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റില്ല അവിടുത്തെ പ്രധാന വഴിപാട് എന്താണെന്നോ ഒന്നും അറിയില്ല നമുക്ക്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു, അത്രേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും പോവാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നില്ല. നമ്മള് വീട്ടിലിരുന്നാലും പ്രാർത്ഥിച്ചാൽ മതി ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ നമ്മൾ എല്ലാരും കൂട്ടുപിടിക്കണമല്ലോ, എല്ലാവരുടെയും താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ ഈശ്വരന്മാരെ എല്ലാരും കൂട്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊട്ടിയൂർക്കുള്ള യാത്രയാണ്. അവിടേക്ക് കൊട്ടിയൂർക്ക് പോകുമ്പോഴേക്കുള്ള അമ്പലങ്ങളിൽ തൊഴുത് അവിടുത്തെ വഴിപാടുകളും അവിടുത്തെ പ്രതിഷ്ഠകളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ അതെല്ലാരും കണ്ടിട്ട് വരിക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ ഇന്നൊരു തീർത്ഥാടന യാത്രയിലാണ്. നമ്മൾ സ്പെഷ്യലി പോകുന്നത് കൊട്ടിയൂർക്കാണ്. അതിനു മുമ്പ് നമ്മൾ മലബാർ സൈഡിലുള്ള ഒരുപാട് അമ്പലങ്ങളിൽ കയറി ദർശനം നടത്തിയിട്ടാണ് പോകുന്നത്. ആദ്യമായി നമ്മൾ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലാണ് കയറിയിരിക്കുന്നത്. ഇതാണ് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിന്റെ ഇവിടെ ഒരുപാട് വഴിപാടുകൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ മെയിൻ വഴിപാടാണ് മുട്ടർക്കൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം, സന്താനം, അതേപോലെ ഗൃഹമുട്ട, അങ്ങനെ ഒരുപാട് മുട്ടർക്കലുണ്ട്. അതെല്ലാം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെല്ലാം പ്രതിവിധിയാണെന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം. ഇനി നമുക്ക് അടുത്ത അമ്പലത്തിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ കാടാമ്പുഴ ദേവീക്ഷേത്രം കേട്ടോ. നമ്മളൊരു 5:30-6 മണി ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 6 മണി, എക്സാക്ട് ടൈം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും 6 മണിയായ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. ഈ വരുന്നതാണ് എൻ്റെ മോനോടി വരുന്നതുണ്ടോ, അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട് വഴിയൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി നമുക്ക് അവിടെ ഒരാളെ പരിചയമുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വഴിപാടുകളുടെ എണ്ണം, ഈ മുട്ടറുക്കളുടെ പേരും നാളും നേരത്തെ കൊടുത്തിരുന്നു. അപ്പോൾ പുള്ളി തന്നെ, അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് അത് റെസീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന കാരണം അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ.
ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ വീഡിയോസിൽ കണ്ട പോലെ ഇതാണ് നമ്മൾ പറഞ്ഞ മുട്ടറുക്കലിൻ്റെ വഴിപാട് കേട്ടോ. മുട്ടറുക്കൽ കാണിക്കാൻ പറ്റില്ല, നമുക്ക് ഉള്ളിൽ ഫോട്ടോയും വീഡിയോയും ഒന്നും അലൗഡ് അല്ല. നമുക്ക് ഈ പോയ കുറച്ച് അമ്പലങ്ങളിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ഫോൺ അലൗഡ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഉള്ളിലേക്ക് ഫോൺ എടുക്കാമെങ്കിലും ഫോൺ എടുക്കാൻ പറ്റും, പക്ഷെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ ഗ്രില്ലിൽ കണ്ടോ തേങ്ങ, അത് ഈ മുട്ടറുക്കലിൻ്റെ വഴിപാടിൻ്റെ ഇതാണ്, പ്രസാദമാണ്. അപ്പോൾ ഈ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വീട്ടിൽ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോയാലും നമ്മൾ അലക്ഷ്യമായിട്ട് അങ്ങനെ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ളതും ഉപയോഗമൊന്നും പാടില്ല. ഒന്നെങ്കിൽ ഇതിലിടുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക, അതാണ്. പിന്നെ ഈ കുളത്തിൽ എന്തോ പൈസ ഇരുന്നുണ്ട്, അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ്. ഇവിടെ ബലിയിടലാണ് പ്രധാനമായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ഷേത്രം. അപ്പൊ നമുക്കിനി അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. ഈ വീഡിയോസിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ കാടാമ്പുഴയിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ്, അവിടെ ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും, കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത് മലബാർ ഏരിയയിൽ തന്നെയുള്ള ഒരു അമ്പലമായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ വരുന്നത് പ്രധാനമായിട്ടും ബലിയിടാനായിട്ടാണ്, മരിച്ചവർക്കുള്ള പിതൃക്കൾക്കുള്ള ബലിയിടാനായിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെതായ പോകുന്ന വഴിക്കൊക്കെ ഇതിൻ്റെ തോർത്തുമുണ്ടും കാര്യങ്ങളും എല്ലാം വിൽക്കുന്നുണ്ട് കേട്ടോ, ഈ ബലിയിടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ഫോൺ അലൗഡ് ആയിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ പോകുന്ന വഴിയിലും, പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാലും പോകുന്ന വഴിക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അതിനൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും പറയുകയാണ്, ഇത് ബലിയിടുന്ന അമ്പലമാണ് കേട്ടോ നാവാമുകുന്ദം. നമ്മുടെ നമസ്കാരം. മലബാർ സൈഡിലുള്ള മൂന്നാമത്തെ ക്ഷേത്ര ദർശനമാണ് ഇന്നിവിടെ. ഇത് തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. അതുപോലെ തന്നെ ഗോശാലകൃഷ്ണനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലനിഗ്രഹത്തിന് ശേഷം ഭഗവാൻ തൃശൂലം കഴുകിയ കുളം ഇവിടുത്തെ പ്രധാനമാണ്. കാലനല്ല കണ്ണാ, പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ വെച്ചിട്ട് കാണാം. നമസ്കാരം. ഇത് അഞ്ചാമത്തെ ക്ഷേത്രമാണ്. ഇത് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും വെള്ളത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിലെ രണ്ട് വഴികളാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഒന്ന് വെള്ളത്തിൽ കൂടെ നടന്നു പോവുകയും ചെയ്യാം, ഒന്ന് പാലത്തിൽ കൂടെ നടന്നു പോവാം. നമുക്ക് ഏതാണ്. പക്ഷെ ഒട്ടുമിക്ക ഭക്തരും പോകുന്നത് ഈ വെള്ളത്തിൽ കൂടെ കാല് കഴുകി ശുദ്ധമായിട്ടാണ് അയ്യപ്പനെ കാണാൻ എത്തുന്നത്. ഈ അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇതിലേക്കുള്ള വഴി. ഇത്രയും ഭംഗിയായിട്ട് പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന ഒരു അമ്പലമാണത്. ചുറ്റും വെള്ളവും അതേപോലെ തന്നെ അതിൻ്റെ വഴികളാണെങ്കിൽ പാടശേഖരങ്ങളാണ് അതിൻ്റെ ചുറ്റുമുള്ളത്. അതിൽ കൂടെ വേണം നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. നല്ല രസമാണ്. മഴയും കൂടി പെയ്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസും ആണ് ഈ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. നമസ്കാരം. നമ്മൾ ആറാമത്തെ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനും സപ്തമാതൃക്കളുമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ശത്രു സംഹാര പൂജയാണ്. അതായത് മദ്യം, മാംസം എന്നിവ നേദിക്കലാണ്. അതുമല്ലാതെ അകപൂജ എന്ന് പറഞ്ഞൊരു പൂജയും കൂടി ഉണ്ട്. നമ്മൾ എല്ലാ അമ്പലങ്ങളുടെയും കൂടുതൽ ഐതിഹ്യം പറയാതെ നമ്മുടെ സമയപരിധി മൂലമാണ്. എന്നാൽ ഇവിടെ ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. നമസ്കാരം.
മലബാർ ഏരിയയിലെ 4ാമത്തെ ക്ഷേത്രമാണിത്. ഇത് ആലത്തിയൂർ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം അഥവാ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. ഇവിടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഗതസമർപ്പണമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹനുമാന്റെ സമുദ്രലംഘനം സങ്കല്പിച്ച് ഇവിടെ ഒരു കല്ല് തിട്ട വച്ചിട്ടുണ്ട്. അതിലൂടെ ലങ്കയിലേക്ക് ചാടുന്നത് പോലെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ രാജരാജേശ്വര ക്ഷേത്രം. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോൺ അലൗഡ് ആയിരുന്നില്ല. നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് പോകാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോസ്, ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം കേട്ടോ. നമസ്കാരം. ഇന്നലെ തുടങ്ങിയ തീർത്ഥാടന യാത്രയിൽ ഇന്ന് 8ാമത്തെ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 8ാമത്തെ ക്ഷേത്രം കണ്ണൂരിലെ പറശ്ശിനി കടവാണ്. ഇവിടെ തിരുവപ്പൻ, വെള്ളാട്ടം എന്നിങ്ങനെ 2 തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട്. തിരുവപ്പൻ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം പരമശിവനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മുത്തപ്പനാണ് പ്രത്യേകത. നമുക്ക് ഇനി അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. നമസ്കാരം. തീർത്ഥാടന യാത്രയിലെ 9ാമത്തെ ക്ഷേത്രമാണ് ശ്രീ പെർളശ്ശേരി ക്ഷേത്രം. ഇവിടെ പ്രധാന പ്രതിഷ്ഠകൾ സുബ്രഹ്മണ്യനും അയ്യപ്പനുമാണ്. കൂടാതെ ഇവിടെ പ്രസിദ്ധമായി കുറെ സിനിമകൾ ലൊക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു കുളവും ഇവിടെയുണ്ട്. ഈ കുളം തന്നെ ഈ അമ്പലത്തിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. കൂടാതെ നമ്മൾ ഈ തീർത്ഥാടന യാത്രയിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളും ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതാണ് ഈ പെർളശ്ശേരി അമ്പലത്തിന്റെ ഉൾഭാഗം. നമുക്ക് ഇവിടെ ഫോൺ റെസ്ട്രിക്റ്റഡ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല നമ്മൾ. പക്ഷെ ചുറ്റമ്പലത്തിൽ വീഡിയോ എടുക്കണം. അവിടെ ഈ പോയ ഒട്ടുമിക്ക അമ്പലങ്ങളിലും പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിച്ചു. കാരണം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നേരമായി. അപ്പോൾ നമുക്ക് മോനും എല്ലാം ഉള്ളതുകൊണ്ട് പ്രായമായവരും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു കേട്ടോ. ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും നല്ല ചുക്ക് കാപ്പിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. सरस्वती नक्षत्रम वरदे कामरूपिणी विद्यारम्भं करुष्यामि सिद्धिर्भवतु मे सदा. നമസ്കാരം. തീർത്ഥാടന യാത്രയിലെ 10ാമത്തെ ക്ഷേത്രമാണ് ഇത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമാണ്. ഇവിടെ ദുർഗാഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചെങ്കിലും, ഭഗവതിനെ പ്രതിഷ്ഠിച്ചെങ്കിലും സരസ്വതി ചൈതന്യമാണ് കുടികൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നെയ്വിളക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കാര്യസിദ്ധിക്കും നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും അത് സാധിക്കാൻ വേണ്ടിയിട്ട് നെയ്വിളക്കാണ് ഭഗവതിക്ക് സമർപ്പിക്കുക. ഇത് കറക്റ്റ് ഒരു മൂകാംബികയെ പോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം. ഇവിടെ സരസ്വതി മണ്ഡപവും ഉണ്ട്. എഴുത്തിനിരുത്തുകയും അല്ലാതെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഇവിടെ മൂകാംബികയെ പോലെ തന്നെ നടത്താവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടികളെ എഴുത്തിനിരുത്താനും അതേപോലെ തന്നെ നമ്മുടെ അരങ്ങേറ്റം കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുന്നതാണ്. ഞങ്ങൾ ഒരു തവണ പോയപ്പോൾ നമ്മൾ വിദ്യാരംഭത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ പോയത്. അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു ആ സമയത്ത് പോകാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ അരങ്ങേറ്റവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എഴുത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. നമസ്കാരം. ഈ തീർത്ഥാടന യാത്രയുടെ ലക്ഷ്യം തന്നെ കൊട്ടിയൂരായിരുന്നു. അങ്ങനെ ഈ കൊട്ടിയൂരിലെ തീർത്ഥാടന യാത്രയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് 11ാമത്തെ ക്ഷേത്രമായിരുന്നു. ഇവിടെ ശിവനും പാർവതിയാണ് പ്രതിഷ്ഠ. ഒരുപാട് തിരക്കുകളുണ്ട്, വൻ ജനത്തിരക്കായിരുന്നു. എന്നാലും ഭഗവാനെ കാണാനും നന്നായിട്ട് തൊഴുവാനും സാധിച്ചു. അതിന്റെ കൂടെ തന്നെ ശിവേലിയും കാണാനായിട്ട് നമുക്ക് സാധിച്ചു.
നമസ്കാരം. നമ്മൾ അക്കരെ കൊട്ടിയൂര് തൊഴുതു. അത് കഴിഞ്ഞ് ഇക്കരെ കൊട്ടിയൂരാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അക്കരെ കൊട്ടിയൂര് തൊഴുതു കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂര് തൊഴണമെന്നാണ് സങ്കല്പം. ഇക്കരെ കൊട്ടിയൂര് എന്നും ദർശനമുണ്ട്, എപ്പോഴും നട തുറന്നിരിക്കും. എന്നാൽ അക്കരെ കൊട്ടിയൂര് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നട തുറക്കുള്ളൂ.